അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിൽ നിന്നുള്ള മോഡൽ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. 1. ഹജ്ജിൻ്റെ ഫർളുകൾ. ഇടത് ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കുക. 6. 2. സഈൻ്റെ ഷർത്തുകൾ. ഇടത് ഭാഗത്തുണ്ടാകും. 3. 3. ത്വവാഫിൻ്റെ ഷർത്തുകൾ. ത്വവാഫിൻ്റെ ഷർത്തുകൾ 8 ആണ്. 4. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 ആണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4. 5. ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ, അത് 12 കാര്യങ്ങൾ. രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ച മീഖാത്തുകൾ എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച മീഖാത്തുകൾ താഴേക്ക് എടുത്തെഴുതുക. 1. ഇറാഖ്, ബസറ എന്നിവർക്ക് മീഖാത്ത് ദാത്തുൽ ഇറഖ്. 2. മദീനക്കാർക്കുള്ള മീഖാത്ത് ദുൽ ഹുലൈഫ. 3. നജിദ്, ഹിജാസ് എന്നിവർക്ക്, ആ ഭാഗത്തിലൂടെ വരുന്നവർക്ക് ഖർനുൽ മനാസിൽ ബ്രാക്കറ്റിൽ കാണാം. 4. മക്കയിലുള്ളവർക്ക് പിന്നെ മക്ക തന്നെയാണ് മീഖാത്ത്. 5. ഷാം, മിസ്ർ, മഗ്രിബ് എന്നിവർക്ക് ജുഹഫ ബ്രാക്കറ്റിൽ കാണാം. 6. യമൻകാർക്ക്, യമൻ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് യലംലമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം സമയവും ദിവസവും എഴുതുക. 1. മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടത്. ഉത്തരം വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം. 2. 3 ജംറകളിലേക്കും കല്ല് എറിയേണ്ടത്. അയ്യാമു തശ്രീഖിൻ്റെ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം. 3. അറഫയിൽ നിൽക്കൽ വാജിബായത്. അതിൻ്റെ സമയം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ്. 4. മിനയിൽ രാപ്പാർക്കൽ വാജിബായത്. ഉത്തരം അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ. 5. ജംറത്തുൽ അഖബയിൽ മാത്രം കല്ലെറിയേണ്ടത്. ഉത്തരം വലിയ പെരുന്നാൾ രാവ് പകുതിയായ മുതൽ. ഇനി അടുത്ത പ്രവർത്തനം വിധി എഴുതുക. 1. നടന്ന് ത്വവാഫ് ചെയ്യൽ, അത് സുന്നത്താണ്. 2. ഇഹ്റാം ചെയ്ത സ്ത്രീ കയ്യുറ ധരിക്കൽ, അത് ഹറാമാണ്. 3. വിദാഇൻ്റെ ത്വവാഫ് ചെയ്യൽ നിർബന്ധമാണ്. 4. ഹറമിലെ മരം മുറിക്കൽ ഹറാമാണ്. 5. തൽബിയത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി അടുത്തത് പൂരിപ്പിക്കാം. 1. മൻ ഹജ്ജ ഡാഷ് ജഫാനി, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. എൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കുകയും ചെയ്തില്ല എങ്കിൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. 2. അസ്സലാമു അലൈക ഡാഷ് വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3. കുല്ലു അമലി ബിനി ആദമ ഡാഷ് അജ്സി ബിഹി, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാമ ഫഇന്നഹു ലി വ അന അജ്സി ബിഹി. ആദം സന്തതികൾ ചെയ്ത അമലുകൾ മുഴുവൻ അവനുള്ളതാണ്, നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. 4. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത്ത് ലനൽ അർളു ഡാഷ് വജുഇലത്ത് തുർബത്തുഹ ഡാഷ് ഇദാ ലം നജിദ് ഡാഷ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത്ത് ലനൽ അർളു കുല്ലുഹ മസ്ജിദൻ വജുഇലത്ത് തുർബത്തുഹ ലനാ തഹൂറൻ ഇദാലം നജിദിൽ മാ.
അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. കിണറ്റിലെ വെള്ളം മലിനമായാൽ എങ്ങനെ ശുദ്ധിയാക്കാം? കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ വെള്ളം വറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് 2 കുല്ലത്ത് തികയ്ക്കുകയാണ് വേണ്ടത്. 2. സക്കാത്ത് വാജിബാണ് ആർക്ക്? സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ്. 3. സക്കാത്തിൻ്റെ നിയത്ത് ചെയ്യണം എപ്പോൾ? ഉത്തരം സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യണം. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. ബലി. എന്താണ് ബലി? ഉളുഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി. 2. ഇഫ്രാദ്. ഉത്തരം ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക, അതിനാണ് ഇഫ്രാദ് എന്ന് പറയും. 3. തയമ്മും. തയമ്മും എന്നാൽ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈയിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. 4. അസ്സൗം. നോമ്പ് എന്നാൽ പ്രഭാതം മുതൽ സൂര്യ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് അസ്സൗം. 5. അൽ ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്നാൽ എന്താണ്? ഉത്തരം നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് ഇഅ്തികാഫ്. അടുത്ത പ്രവർത്തനം വേർതിരിക്കാം. അർക്കാനുൽ ഹജ്ജ് അതുപോലെ വാജിബാത്തുൽ ഹജ്ജ്, ഇത് രണ്ടും ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിക്കുക. ആദ്യം അർക്കാനുൽ ഹജ്ജ്. 1. ഇഹ്റാം ചെയ്യൽ. 2. ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്യൽ. 3. സഅയ് ചെയ്യൽ. 4. തർത്തീബ്. ഇനി വാജിബാത്തുൽ ഹജ്ജ്. 1. മിനയിൽ രാപ്പാർക്കൽ. 2. ജംറകളിൽ കല്ലെറിയുക. 3. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ. ഇതോടുകൂടെ നമ്മുടെ ഫിഖ്ഹിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.